ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂലോട്ട് സ്വാഗതം. ചെമ്പനീർ പൂവ് സീരിയലിന് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ പ്രൊമോ റിവ്യൂന്ന് ലൈക്ക് അടിച്ചും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് കാണണേ കൂട്ടുകാരെ. അങ്ങനെ നമ്മുടെ സുധിയാണെങ്കിൽ ചന്ദ്രമതിയുടെ ആ ഫോട്ടോ ചന്ദ്രമതിയുടെ കയ്യിലേക്കാണെങ്കിൽ കൊടുക്കാനട്ടോ സുഹൃത്തുക്കളെ. ചന്ദ്രമതിയാണെങ്കിൽ ആ ഫോട്ടോയിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണ്. ആ സമയത്താണെങ്കിൽ സുധിയാണെങ്കിൽ ചന്ദ്രമതിയോട് പറയാണ്, അമ്മയുടെ ഫോട്ടോയാണെന്ന് മനസ്സിലായപ്പോൾ തന്നെ അയാളുടെ കയ്യിലുണ്ടായിരുന്ന 10 ഫോട്ടോയും ഞാൻ കാശ് കൊടുത്ത് ഇങ്ങോട്ട് വാങ്ങിച്ചു. അത് കേട്ട ചന്ദ്രമതിയാണെങ്കിൽ സുധിയോട് ചോദിക്കുകയാണ്, ആരാടാ എൻ്റെ ഫോട്ടോ ഇങ്ങനെ ആക്കിയതെന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോ ആണെങ്കിൽ എടുത്തിട്ട് ഒരൊറ്റ ഏറങ്ങടെ എറിയാൻ കേട്ടോ. ഫോട്ടോ ചെന്ന് വീണത് നമ്മുടെ രവിയേട്ടൻ്റെ കാൽച്ചുവട്ടിലാണ്. രവിയേട്ടനാണെങ്കിൽ ആ ഫോട്ടോ ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ നോക്കുകയാണ്. ഫോട്ടോ കണ്ട വശം തന്നെയാണെങ്കിൽ രവിയേട്ടൻ പൊട്ടിച്ചിരിക്കാൻ കേട്ടോ. അപ്പോഴാണെങ്കിൽ ചന്ദ്രമതിക്കാണെങ്കിൽ ഭയങ്കര കലി വരികയാണ്. ചന്ദ്രമതിയാണെങ്കിൽ രേവതി എടുത്ത് പറയുന്നു, എടി ഇതിനൊക്കെ കാരണക്കാർ നീ ഒരൊറ്റ എടുത്തിയാന്ന് പറയണ്. അപ്പോഴാണെങ്കിൽ സുധിയാണെങ്കിൽ പറയാനോട്ടോ ചന്ദ്രമതി എടുത്ത്, അമ്മ പറഞ്ഞത് കറക്റ്റാ. ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് രേവതി മനഃപൂർവ്വം അമ്മയുടെ തലയിലേക്ക് മൈദപ്പൊടി തട്ടിയിട്ടത് തന്നെയാണെന്ന് പറയാണ്. അത് കേട്ട സച്ചിയാണെങ്കിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് സുധിയോട് പറയാണ്, എടാ നിർത്തടാ, മിണ്ടാതിരിക്കണതാണ് നിനക്ക് നല്ലത്. ഇങ്ങനെയൊക്കെ അവൾ ചെയ്യണമെങ്കിലേ നിന്നെ പോലെ ക്രിമിനൽ വാസനയുള്ളവളല്ല അവൾ, മനസ്സിലായാണെന്നൊക്കെ പറയാണ്. അപ്പോഴാണെങ്കിൽ നമ്മുടെ രവിയേട്ടനാണെങ്കിൽ പറയാണ്, ചന്ദ്ര, നീ വായിക്ക് തോന്നിയതൊക്കെ വിളിച്ച് പറയാൻ വേണ്ടി നിൽക്കല്ലേ, ചുമ്മാ എല്ലാ കുറ്റവും ആ കൊച്ചിൻ്റെ തലയിൽ കൊണ്ടുവയ്ക്കാൻ വേണ്ടി നിൽക്കുകയാണോ നീ എന്ന് ചോദിച്ചിട്ട് പൊട്ടിത്തെറിക്കാൻ കേട്ടോ നമ്മുടെ രവിയേട്ടൻ ചന്ദ്രമതിയോട്. പിന്നീടാണെങ്കിൽ നമ്മുടെ ശ്രുതിയുടെ അമ്മയാണെങ്കിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശ്രുതിയോട് പറയുകയാണ്, ഞാൻ വെറുതെ പോയി കണ്ടതല്ല, എനിക്ക് ദൈവമായിട്ട് മുന്നേ കൂട്ടി ഓരോന്ന് കാണിച്ചു തന്നു, ഞാൻ സ്വപ്നമൊക്കെ കണ്ടു, അതുകൊണ്ടാണ് ഞാൻ ജ്യോത്സ്യനെ പോയി കണ്ടതെന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോഴാണെങ്കിൽ ശ്രുതി ചോദിക്കുകയാണ്, എന്താണ് അമ്മ സ്വപ്നം കണ്ടതെന്ന് ചോദിക്കാണ്. അത് കേട്ട അമ്മയാണെങ്കിൽ പറയാൻ കേട്ടോ ശ്രുതിയോട്, നീ മൂടി വെച്ച സത്യങ്ങൾ നിൻ്റെ ഭർത്താവും വീട്ടുകാരും അറിഞ്ഞു, ഒടുവിൽ നിന്നെ അവർ തല്ലി ഇറക്കണതാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടത് മോളേന്ന് പറഞ്ഞിട്ട് അമ്മയാണെങ്കിൽ പൊട്ടിക്കറിയാനോട്ടോ. അപ്പോഴാണെങ്കിൽ ശ്രുതി ആകെ മൊത്തം ഞെട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് പോണേ കൂട്ടുകാരെ. അധികം ആളുകളൊന്നും ലൈക്ക് അടിക്കുന്നില്ല, സബ്സ്ക്രൈബും ചെയ്യുന്നില്ല, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ.